ജമ്മുവിലെ നഗ്രോട്ട സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം. വെടിവെപ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു. നുഴഞ്ഞുകയറിയ ഭീകരനുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇത്തരത്തിൽ സൈനികന് പരിക്കേറ്റത്. അതേസമയം ഭീകരനായി തിരച്ചിൽ തുടരുകയാണ്. സൈനിക കേന്ദ്രത്തിന് അടുത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടയാളെ കാവൽക്കാരൻ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് വെടിവെപ്പുണ്ടായത്. കാവൽക്കാരന് നിസ്സാര പരിക്കേറ്റു. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും നടക്കുന്നതിനിടയിലാണ് നഗ്രോട്ടയിലും ആക്രമണ ശ്രമം ഉണ്ടായത്. ജമ്മുവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് നഗ്രോട്ടയിലെ സൈനിക കേന്ദ്രം. ഇവിടെ തന്നെ വ്യോമസേന കേന്ദ്രവുമുണ്ട്. അതേസമയം ശ്രീനഗറിലും ജമ്മുവിലും പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ പൊടുന്നനെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. ശ്രീനഗറിലും അനന്ത്നാഗിലും ഡ്രോണുകൾ എത്തി. ഉധംപൂരിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. അതേസമയം രാജസ്ഥാനിലെ ബാർമറയിലും പൂർണ്ണമായ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി BSF നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിൽ ഉടനീളം അക്നൂർ, രജൌരി, ആർഎസ്പുര മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം കനത്ത ഷെല്ലാക്രമണം നടത്തി. ജമ്മുവിലെ പാലൻവാലയിലും വെടിനിർത്തൽ ലംഘനം ഉണ്ടായി. ബാരാമുള്ളയിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു. സംശയകരമായ ആളില്ലാത്ത വ്യോമവാഹനങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ബാരാമുള്ളയിലും ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. ജമ്മുവിലെ സാംബ ജില്ലയിൽ എയർ റെയ്ഡ് സൈറൻ മുഴങ്ങി. അതേസമയം രജൌറിയിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. വെടിനിർത്തൽ ധാരണയായതായി ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി അറിയിക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിച്ചു. രാത്രി 10:55 നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മിശ്രി ഇക്കാര്യം അറിയിച്ചത്. പാക് നടപടിയെ ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ സാഹചര്യം മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. അതിനുവേണ്ട നടപടികൾ പാക് അധികൃതർ എടുക്കണമെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാർ തമ്മിലെത്തിയ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും നടത്തുന്നത്. ഇത് വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.